മാട്രിമോണിയിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. അപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ തിരക്കിനിടയ്ക്കായിരുന്നു. അപ്പം യൂഷ്വലി ഏതെങ്കിലും ചെറുക്കന്മാരെ കാണാൻ ലെഫ്റ്റ് അടിച്ച് വിടും. അപ്പം നല്ലൊരാളെ കണ്ടപ്പോഴത്തേക്കിനും പേര് പോലും സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ വൈശാഖ് വിളിച്ചു സംസാരിച്ചപ്പോൾ ഞാനും വൈശാഖും ആദ്യത്തെ 2-3 തവണ വിചാരിച്ചത് ഇല്ല ഇത് പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ വീട്ടുകാർ സംസാരിച്ചപ്പം ഓക്കെ. അപ്പം പിന്നെ എനിക്കും എന്തോ ഒരു ഗട്ട് ഫീലിംഗ് തോന്നി. യൂഷ്വലി നമ്മൾ എന്താ പറയുക, ഞാൻ കുറച്ച് പേരുടെ അടുത്തുനിന്ന് മാട്രിമോണി സംസാരിച്ചതുപോലെയല്ല, എന്തോ ഒരു ഡിഫറെൻറ്റ് സാധനം നമുക്ക് തോന്നി. ഇല്ല അത് സമ്മതിക്കത്തില്ലല്ലോ ഒരു കാര്യം പറയാൻ. ഒന്ന് തുറക്കാൻ ഒന്നും ഇല്ലടാ തുറക്കാൻ. അല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലും പ്രീ വെഡിങ് ഷൂട്ടിൻ്റെയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും ലവ് മാരേജ് ആണോ, എത്ര വർഷമായി, അങ്ങനെ ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല. മാട്രിമോണിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ വേറെന്താ, ചെറുപ്പത്തിൽ മഹാകുസൃതിയായിരുന്നു. കുസൃതി എന്ന് പറഞ്ഞാൽ മഹാകുസൃതി. ആൺപിള്ളേരെ കഴിഞ്ഞും കുസൃതി. ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഓർമ്മകളുണ്ട്. സങ്കടപ്പെടണ്ട ഒരു കണക്കിന്. കാരണം നമുക്കൊരു മോനെയും കൂടെ ഇങ്ങോട്ട് കിട്ടിയപ്പോൾ സങ്കടമൊന്നും വേണ്ട. എന്നാൽ എത്ര നാൾ നമ്മൾ കൊണ്ടുവന്നിട്ട് അത് വേറൊരു വീട്ടിലേക്ക് പോയപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സങ്കടം. പിന്നെ പഠിച്ചപ്പോൾ തൊട്ട് എല്ലാത്തിലും ഫസ്റ്റായിരുന്നു. ഡാൻസിലൊക്കെ എല്ലാം ഏത് വിഷയം കൊടുത്താലും പുള്ളിക്കാർ കൈകാര്യം ചെയ്യും. നന്നായിട്ട് പ്രസംഗിക്കും. അല്ല ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കണ്ട് മാട്രിമോണിന്ന് പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കും. എല്ലാം എങ്ങനെ പറയുന്നത്. എന്നാലും എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ചുക്കാൻ പിടിക്കുന്ന അവളാണ്. ഏത് കാര്യം എങ്ങനെ ചെയ്യണം, എങ്ങനെയാകണം എന്നുള്ളതിനെ പറ്റിയൊക്കെ പുള്ളിക്കാരത്തേക്ക് ഒരു ഇതുണ്ട്. അതനുസരിച്ച് പുള്ളിക്കാരത്തി പറയല്ലോ. അത് കറക്റ്റേ പറയത്തുള്ളൂ, അല്ലാതെ കൂടുതലൊന്നും പറയത്തുമില്ല. ശരിയായ രീതി മാത്രമേ പറയത്തുള്ളൂ. ഇന്ന് ശരിയെന്ന് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ചെറുപ്പം ഒരു കാര്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ അത് തന്നെ ചെയ്തുള്ളൂ. പിന്നെ അതിനത് വേറൊരു ആളിൻ്റെ ആവശ്യമില്ല. അതിൽ കൂടുതൽ ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൻ തന്നെയാണ്. അമ്മയുടെ ഇടങ്കയും വലങ്കയും. എൻ്റെ ഇടങ്കയും വലങ്കയുമാണ്. എന്താ പറയണ്ടേ, എല്ലാവരോടും ഭയങ്കര സ്നേഹം. എല്ലാവർക്കും അവളെയും ഭയങ്കര സ്നേഹം, ഇഷ്ടം. പിന്നെ വിവാഹം കഴിച്ചു വിടുക എന്നുള്ളത് നമുക്കിപ്പം അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ചെയ്യാതിരിക്കാനും പറ്റില്ല. മറ്റുള്ള വീട്ടിലേക്ക് പോയി അവൾ ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കണം. പിന്നെ ഓളങ്ങോട്ട് പോയാലും ഞങ്ങൾക്ക് പുതിയൊരു മോനെ വേറെ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഐ മീൻ ഒന്നും അങ്ങോട്ട് വരുന്നില്ല.
Why? Because I love him. Why? Why എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം അത്രേ ഉള്ളൂ. ഒരു ഗട്ട് ഫീലിംഗ് എന്ന് പറയത്തില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം അത് സംസാരിച്ച് തുടങ്ങി ഒരു 2-3 കോൾ കഴിഞ്ഞപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് നടക്കുമെന്ന് എനിക്കൊരു സാധ്യത തോന്നുന്നുണ്ട്, എനിക്ക് എന്താ അങ്ങനെ മനസ്സിൽ പറയുന്നു.